ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്ന ഈ ഒരു കാത്തു തീമിലുള്ള കേക്ക് എങ്ങനെയാണ് ചെയ്തത് എന്നുള്ള വീഡിയോ ആയിട്ടാണ്. ഇതിന്റെ കൂടെ എനിക്കൊരു ഫോട്ടോ ഫ്രെയിമും ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ 6 കപ്പ് കേക്ക്സും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾ ബട്ടർ സ്കോച്ച് കേക്ക് നിങ്ങൾ നല്ല സപ്പോർട്ടായിരുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നപ്പോൾ. അതുപോലെ തന്നെ ഇതും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു 7 ഇഞ്ച് പാനിലും 4 ഇഞ്ച് പാനിലാണ് ഞാൻ വാനില കേക്കാണ് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ 6 കപ്പ് കേക്ക്സും ഉണ്ട്, അതും വാനില സ്പഞ്ച് തന്നെയായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ടെൻഡർ കോക്കനറ്റിന്റെ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ടെൻഡർ കോക്കനറ്റ് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇളനീരെടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല രീതിയിൽ അരച്ചെടുത്താൽ മതി, പഞ്ചസാര ചേർത്തിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും നമുക്ക് ഈ ഒരു ടെൻഡർ കോക്കനറ്റിന്റെ പൾപ്പ്, അതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പഞ്ചസാര സിറപ്പിലേക്ക് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ നമ്മുടെ കേക്കിന് കിട്ടും. ഇനി അടുത്തത് നമ്മുടെ ഫില്ലിങ്സിന് എടുക്കുന്ന ക്രീമിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക, 2-3 ടേബിൾ സ്പൂൺ. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഇളനീരിന്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇളനീര് അരയ്ക്കുമ്പോൾ തന്നെ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴും കുഴപ്പമൊന്നുമില്ല, ആ ഒരു ഫ്ലേവർ അതിൽ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ടെൻഡർ കോക്കനറ്റിൻ്റെ പൾപ്പ് മാത്രം നമ്മൾ ക്രീമിൽ ചേർത്താലും മതി. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളത് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് തന്നെ 7 ഇഞ്ചിൻ്റെ കേക്ക് ഓൾറെഡി ഞാൻ ഫില്ല് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ 4 ഇഞ്ചിൻ്റെ കേക്കാണ് കേട്ടോ ഇത്. 4 ഇഞ്ചിൻ്റെ കേക്ക് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം, ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ കേക്ക് വെക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ടെൻഡർ കോക്കനറ്റിൽ എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ളൊരു ഫ്രോസ്റ്റിംഗ് ആണ് കേട്ടോ ഇത്. നമ്മൾ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യുക, ഓവറായിട്ട് വെറ്റ് ചെയ്യേണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ലെയർ ചെയ്യുന്നതല്ലേ, ടയറല്ലേ, 2 ടയറാണല്ലോ. അപ്പോൾ അത് ഇളകിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ വെറ്റ് ചെയ്യുന്നതൊക്കെ കുറച്ചൊന്ന് കുറക്കുക, എന്നാലും കുറഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അതിന് ശേഷം ക്രീം ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ചും കൂടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഓവറായിട്ട് ഒന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ എന്തിടാം, നമ്മുടെ മിൽക്ക് മെയ്ഡും കൂടെ ഇട്ട് കൊടുക്കുക. കണ്ടൻസ് മിൽക്ക് ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ടെൻഡർ കോക്കനറ്റിൻ്റെ നമ്മൾ ഇളനീരിൻ്റെ അരച്ചായ ഒരു മിക്സും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു ബദാം സ്ലൈസ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രഞ്ചി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇളനീരിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ സക്സസ് ആയിട്ട് ഞാൻ ഇതുവരെ കൊടുത്തിട്ടുള്ള ഇളനീർ കേക്ക് എന്ന് പറയുന്നത്, ടെൻഡർ കോക്കനറ്റ് കേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു മിക്സ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടാണ് എല്ലാ കസ്റ്റമറും ഇത് വാങ്ങിയവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മിക്സിങ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ ക്രീം ഇടുക, ആദ്യം വെറ്റ് ചെയ്യുക, ക്രീം വെക്കുക, പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡ് ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡാക്കുക. അതിനുശേഷം നമ്മൾ ഇളനീരിൻ്റെ പൾപ്പും കൂടി ഇട്ട് മിക്സ് ആക്കുക. പിന്നെ ഈ ഒരു ബദാമിൻ്റെ സ്ലൈസസും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്രോസ്റ്റിംഗിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഫുള്ളായിട്ടുള്ള എല്ലാം ഞാൻ ഫില്ലിങ്സ് ഒക്കെ ചെയ്ത് അതിനെ നല്ല രീതിയിൽ ക്രം കോട്ട് ചെയ്തിട്ട് എനിക്ക് ഇത് 2 ദിവസം ഉണ്ടായിരുന്നു ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു ദിവസം ബേക്ക് ചെയ്യും, ഒരു ദിവസം ഫ്രോസ്റ്റ് ചെയ്യും. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത് ചെയ്തിട്ട് ഞാനൊരു 4 hours ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു കേക്ക് നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 4 hours ഫ്രീസറിൽ ഞാനൊരു 2 hours വെച്ചു. ബാക്കി ഞാൻ താഴെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ടൈം കിട്ടിയപ്പോൾ രാത്രി ആയപ്പോഴാണ് ഞാൻ ലാസ്റ്റ് കോട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ആദ്യം തന്നെ എല്ലാം ലെവൽ ചെയ്ത് എടുക്കണം കേട്ടോ നമ്മൾ കേക്ക്. അതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു 2 ഈ ഒരു സ്ട്രോ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഇളകിപ്പോവും, ആ ഒരു ഇളകിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 സ്ട്രോ ആണ് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നത്. ലാസ്റ്റ് നമ്മളൊരു വലിയ സ്ട്രോ രണ്ടും കൂടെ എന്താ പറയുക, 2 കേക്കും കൂടെ ഫില്ലാവുന്ന രീതിയിലുള്ളത് ഒരു സ്ട്രോവും കൂടെ നമ്മളിതിൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി. അതിനുശേഷം ഞാൻ ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എന്താ പറയുക, ബേബി ബ്ലൂ ആൻഡ് ബേബി യെല്ലോ ആണ് കേട്ടോ. ഇതിൽ കുറച്ച് അധികമായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. ഇത്ര ഡാർക്കില്ല യെല്ലോനും ഈ ബ്ലൂവിനും ഒക്കെ. വളരെ ലൈറ്റായിട്ടുള്ള ബ്ലൂ ആട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ വല്ലാതെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഈ ഒരു 2 കളേഴ്സായിട്ടാണിരുന്നു അവരൊരു ഫോട്ടോ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു പൈപ്പിംഗ് ബാഗിലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ 2 കളേഴ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പൈപ്പിംഗ് ബാഗിൽ തന്നെ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ 2 കളറും കൂടി മിക്സ് ചെയ്ത് പോകാറുണ്ട് കേട്ടോ. എത്ര ഫ്രോസ്റ്റിംഗ് ഒക്കെ ഈസിയുള്ള ആളാണെങ്കിലും അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഗ്യാപ്പൊക്കെ വരികയാണെങ്കിൽ ആ ഒരു കളേഴ്സ് നമ്മൾ
ക്രീം ഒന്ന് ജസ്റ്റ് അവിടെ ആക്കി കൊടുത്തിട്ട് പിന്നെ ഒന്നും കൂടെ വടിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വീഡിയോയിലുള്ളതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് വരും. കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? അതിന് ജസ്റ്റ് ഒന്നിങ്ങനെ വടിച്ചെടുക്കുക. മേലെ അതുപോലെ തന്നെ നമ്മൾ ലെവൽ ചെയ്തെടുക്കുക. പൈപ്പിംഗ് ബാഗിൽ തന്നെ നമ്മൾ ക്രീം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഇത് ഫ്രോസ്റ്റ് ചെയ്ത് നല്ല ഫിനിഷ് ചെയ്തെടുക്കാൻ, ഫൈനൽ കോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാൻ അടിപൊളിയായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ മേലെയും നമ്മൾ നല്ലോണം വടിച്ചു കൊടുത്തിട്ട് ഇതും ഞാൻ ഒരു മണിക്കൂർ ഫ്രീസറിൽ വെക്കും കേട്ടോ. എന്നിട്ടാണ് താഴെ എടുത്ത് വെക്കാറ്, ഫ്രിഡ്ജിൻ്റെ താഴെ. പിറ്റേ ദിവസം രാവിലെ ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുന്നെയാണ് നമ്മളിത് സ്റ്റാക്യൂ ചെയ്യുന്നത്, ഒന്നൊന്നിൻ്റെ മേലേക്ക് സ്റ്റാക്യൂ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് നല്ല രീതിയിലൊന്ന് വടിച്ചെടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത കേക്ക് 7 ഇഞ്ചിൻ്റെ ഓൾറെഡി ഞാൻ ഫ്രോസ്റ്റ് ചെയ്ത് വെച്ച കേക്കും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തിട്ട്, ഇത് 2 kg വെയിറ്റ് വരുന്ന ഒരു കേക്കാട്ടോ. അപ്പോൾ കുറച്ചും കൂടി വലുപ്പമാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. ഒരു 3 kg ഒക്കെ ആണെങ്കിൽ ഒന്നും കൂടെ ഭംഗി ഉണ്ടാവും. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ ഈ ഒരു 7 ഇഞ്ച് ആൻഡ് 4 ഇഞ്ച് മോൾഡിൽ ചെയ്തത് കൊണ്ടൊരു ഭംഗി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വരുമ്പോഴാണ് എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത്. അത് ഓരോ എന്താ പറയുക, ഡിസൈനിങ്ങിനനുസരിച്ചിരിക്കും കേട്ടോ. ഡിസൈനിങ് ഒന്നും ഓവറായിട്ട് ഇല്ലാത്ത കേക്കാണെങ്കിൽ അധികം ഗ്യാപ്പ് ഇല്ലാത്തതാണ് നല്ലത്. കണ്ടില്ലേ? അപ്പോൾ നമ്മളിത് നല്ലോണം ഇതും ഫ്രോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം ഞാനൊരു രാവിലെ 10 മണിക്ക്, ഇത് 1 മണിക്കാണ് കേട്ടോ ഞാൻ ഡെലിവർ ചെയ്തിട്ടുള്ള. ഒരു 10 മണിക്കൊക്കെ ഞാനിത് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രോ വെച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ അടിയിൽ നിന്ന് എടുത്തിട്ട് എന്താ പറയുക, ഇങ്ങനെ തന്നെ അങ്ങ് മറ്റേ കേക്കിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചൊന്ന് പേടിയൊക്കെ ഉണ്ടാവും ഫസ്റ്റിലൊക്കെ ചെയ്യുമ്പോൾ, എന്നാലും എനിക്ക് ഭയങ്കര പേടിയാട്ടോ. ഇതിലേക്ക് എടുത്ത് വെക്കുമ്പോൾ ഭയങ്കര ഒരു പേടിയാണ്. പക്ഷേ ഇത് നല്ല രീതിയിൽ എന്താ പറയുക, അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് വേഗം തന്നെ. കണ്ടില്ലേ? നമുക്ക് പിടിക്കാനും പറ്റുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആ ഒരു സ്ട്രോ അതിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്ട്രോ ഒന്ന് പൊന്തിച്ച് കൊടുത്താൽ നമുക്ക് ഈ ഒരു പാലറ്റ് നൈഫൊക്കെ ഈസി ആയിട്ട് ഇങ്ങോട്ട് എടുക്കാനും പറ്റും. ആ ഒരു സ്ട്രോ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനൊക്കെ ഈസി ആയിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എങ്ങനെയാണ് ലെവലെല്ലാം ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഗ്യാപ്പിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ എന്തായാലും ഞാനിവിടെ ഗ്രാസ് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. നമുക്ക് പുല്ലുകളൊക്കെ വേണമല്ലോ, അപ്പോൾ അത് ഞാനങ്ങനെ കവർ ചെയ്യുന്നില്ല. നമുക്കവിടെ അത് വരച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്യാം. ആ ഒരു സ്ട്രോ നമ്മൾ കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ സേഫായിട്ട് ഇരിക്കും, എനിക്ക് കേക്ക് ഇളകൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഗ്രാസ് വരച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു ഗ്രീൻ കളർ ക്രീം എടുക്കുക, മിക്സ് ചെയ്തിട്ട്. കണ്ടില്ലേ? ഈ ഒരു ക്രീം നമ്മളിങ്ങനെ വരച്ചു ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുത്താൽ തന്നെ ചെറുതും വലുതുമായിട്ട് വരച്ചു കൊടുക്കുക. ഒരു പുല്ലിൻ്റെ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരച്ചു കൊടുക്കുന്നത്. നിങ്ങളും അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുന്നു. ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടെ വൃത്തിയാവും എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെയാണ് എനിക്ക് ആ ഒരു ഐഡിയ വന്നത്. ഗ്യാപ്പ് ഒന്ന് ആദ്യം വരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക സ്ട്രൈറ്റ് ആയിട്ട്. കണ്ടില്ലേ? ഇങ്ങനെ ഒന്ന് വരഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് കവർ ചെയ്യുകയും ചെയ്യും. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ താഴെയും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും നമ്മൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാത്തു തീം എനിക്ക് സംഭവം പറഞ്ഞാൽ ഈ ഒരു കാത്തു തീം അറിയേയില്ല. അപ്പോൾ ഇവർ പറഞ്ഞപ്പോൾ ഞാനൊന്ന് യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായത് ഇതാണെന്ന്. അതുപോലെ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഞാൻ എടുത്തതാണ് ഷോപ്പിൽ നിന്ന്. ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊന്നും ഒരു ബേക്കിംഗ് ഷോപ്പിലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് അവരോട് നോ പറയാൻ നിന്നിട്ടില്ല, കിട്ടാത്തത് കൊണ്ട് ഞാൻ എടുത്ത് അത് കട്ട് ചെയ്ത് A4 ഷീറ്റിൽ എടുത്തതായിരുന്നു. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഈ ഒരു ട്രീൻ്റെ ബാക്കിലായിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് സെലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് ടോപ്പർ പോലെ തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഈ ഒരു ക്ലൗഡ്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ റെഡ് ഫ്ലവേഴ്സും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതും കൂടെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, പേര് ഞാൻ ഫോണ്ടൻ കട്ടറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് നമ്മളിതിങ്ങനെ എന്താ പറയുക വെച്ചു കൊടുത്ത്. ഇതായിരുന്നു അവർ തന്ന ആ ഒരു പിക്കിൽ നെയിം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഒട്ടിച്ചു കൊടുക്കുക, നല്ല രീതിയിൽ അമർത്തി കൊടുത്താൽ മതി, അവിടെ നിന്നോളും. ഈ ഒരു കട്ട് ചെയ്ത ഈ നെയിംസിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ നല്ല രീതിയിലൊന്ന് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ അവിടെ അടങ്ങിയിരുന്നോളൂ കേട്ടോ, ഇളകിപ്പോകുന്നില്ല. ഞാനൊന്ന് ഓവനിൽ ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഓവൻ ചൂടാക്കിയതിന് ശേഷം ഓഫ് ചെയ്തിട്ട് ഈ ഒരു ട്രേയിൽ വെച്ചിട്ട് ഇതൊന്ന് വെക്കും കേട്ടോ. അപ്പോൾ എന്നിട്ട് പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും.
അപ്പോൾ കാത്തുപൂച്ചേൻ്റെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്, എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആദ്യം എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല, പിന്നെ എല്ലാം ചെയ്തു വന്നപ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി, ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തോന്നി. അതുപോലെ കസ്റ്റമറും അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരുപാട് ഹാപ്പി ആയ പോലെ ടേസ്റ്റ് വൈസും അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 1 ടോപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു വ്യൂ. അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാനിനി ബട്ടർ സ്കോച്ചിൻ്റെ സോസും പ്രലൈനൊക്കെ ഇടുന്ന വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ. ടൈം ഇല്ലാത്തത് കൊണ്ടാണ്, എന്തായാലും ഇടുന്നതായിരിക്കും. ഒരുപാട് ആൾക്കാർ അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ അടുത്തത് വന്നിട്ട് ഈ ഒരു കപ്പ് കേക്ക് ഞാൻ യെല്ലോ കളറിലാട്ടോ ചെയ്തത്. അതിൻ്റെ മീതെ പച്ച ബോൾസാണ് ഇട്ടത്, പക്ഷെ ഇതിൽ കാണുന്നില്ല. ഇത് വന്നിട്ട് ഇതാണ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ഒരു 12 ഫോട്ടോസ് വരുന്ന A3 ഫ്രെയിമിലാട്ടോ ചെയ്ത്, നല്ല വലുപ്പമുള്ള ഫ്രെയിമാണ്. അപ്പോൾ 12 ഫോട്ടോസ്, ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ, അപ്പോൾ 12 ഫോട്ടോസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോന് എന്താ പറയുക, ഒരുപാട് ആയുസ്സും ആരോഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പേരാണ് മോൻ്റെത്, യുആൻ തസീം എന്നാണ് പേര് വന്നിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വിഷ് ചെയ്യാം മോന് വേണ്ടിയിട്ട്, ബർത്ത്ഡേ വിഷസ് കൊടുക്കുക കേട്ടോ കമൻ്റായിട്ട്. അപ്പോൾ ഇതാണ് വീഡിയോ, കപ്പ് കേക്ക്സും കേക്കും ഫ്രെയിമും ഒക്കെ ആയിട്ട് ഇതാണ് വീഡിയോ, ഫുള്ളായിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസും സ്പഞ്ചിൻ്റെ വീഡിയോസോ കേക്കിൻ്റെ വീഡിയോസോ എന്താ വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.